അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ഈ റമദാൻ കഴിയവേ വിവാഹം നടക്കാനിരിക്കെ ഒരു അന്യമതസ്ഥനായ ഒരുവന്റെ കൂടെ അമ്പലത്തിൽ പോയി താലികെട്ടി അവർ വിവാഹിതരായി. ആ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലൂടെ കത്തിക്കേറിക്കൊണ്ടിരിക്കെ ആ ഒരു നവമിഥുനങ്ങൾ, ആ ഒരു ദമ്പതികൾ ഇന്ന് നമ്മുടെ മുന്നിൽ ലൈവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമുണ്ടാകും. അവർക്ക് നിങ്ങളോട് പലതും പറയാനുമുണ്ട്. അത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്ന് പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാണ്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിൻ്റെ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കല്യാണം നേരെ മുന്നോട്ടേക്ക് പോയത്. ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ തന്നെ സ്വന്തം ഉമ്മയുടെയും ബാപ്പയുടെയും ദീനിന്റെയും നെഞ്ചത്ത് ചവിട്ടിയതിനെ നമ്മളൊക്കെ ന്യായീകരിക്കണമെന്നാണോ കുട്ടികൾ പറയുന്നത്? ഞാൻ ഈ ഒരു വിഷയവുമായി വരാൻ കാരണം ദൈവികമല്ലാത്ത ഒരു ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് കൊണ്ടാണ്. അതിലൂടെ തന്നെ ഈ ഒരു വിഷയം ഞാൻ റിയാക്ട് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി തന്നെ ഇതിനെ റിയാക്ട് ചെയ്തതും. ബാക്കി പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഒരുപാട് ഒരു യൂട്യൂബ് വ്ളോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് വന്നതെന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോൾ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. കുറേ പ്രശ്നമെല്ലാം ഉണ്ടായിന്. ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി. നോക്കൂ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പ്രായപൂർത്തിയായവർക്ക് എന്തും തോന്നിവാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്നുപോലത്തെ മക്കളെ, നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഇതിന് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനൊരു വഴി ഉണ്ടാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമായിരുന്നു. കാരണം നിങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് അവിടെ നെഞ്ചത്തടിച്ച് കരയുന്നത്. ഇത് ഞങ്ങൾ പറയാനുള്ള കാരണം ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഈ അടുത്തായിട്ട് തന്നെ എത്ര സംഭവങ്ങളാണ് ഞങ്ങളൊക്കെ കണ്ടത്. ഇവിടെ ഇയാൾ 2 കല്യാണം കഴിച്ചതോ വീട്ടിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് വന്നതോ ഒന്നുമല്ല പ്രശ്നം. നമ്മളെ നൊന്ത് പ്രസവിച്ച ആ മാതാവിനെ ഒന്ന് ഓർത്താൽ മതി. അത് തന്നെയാണ് നമ്മുടെ വിഷയം. നമുക്ക് അവരോടുള്ള അത്ര സ്നേഹം മറ്റാരോടാണ് നമുക്കുണ്ടാവുക? അവരെ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയല്ലേ? ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം ഇഷ്ടപ്പെട്ടവരെ വേർപിരിക്കലല്ല നമ്മുടെ ജോലി. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പെറ്റുമ്മയാണ്. നമ്മൾ സംസാരിച്ചതും ആ മാതാപിതാക്കൾക്ക് വേണ്ടി തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും പറയാനുള്ളതായിരിക്കും. ഞാനും ഒരു പിതാവാണ്, എനിക്കുമുണ്ട് മക്കൾ. ഒരു മതത്തിലും ഇത്തരമൊരു സംഭവം ഇല്ലാതിരിക്കട്ടെ. മക്കളെ, ഒരു കണക്കിന് നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിച്ചത് നിയമപരമായിട്ടല്ല. നമ്മൾ ആരോടാണ് നിയമം പറയേണ്ടത്? നമ്മുടെ പെറ്റുമ്മയോടോ, നമ്മുടെ മാതാപിതാക്കളോടോ? നമ്മളെയൊക്കെ നൊന്ത് പ്രസവിച്ച് തീറ്റിപ്പോറ്റിയ നമ്മുടെ മാതാപിതാക്കളോടാണോ നമ്മൾ നിയമം പറയേണ്ടത്? മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി ഇങ്ങനെ ജീവിക്കാതെ ഏതെങ്കിലും ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ നോക്ക്.
ഒരു മനുഷ്യന് ദൈവിക വിശ്വാസം നല്ലതാണ്. അത് ഏത് മതത്തിലായാലും ഒരു ദൈവിക വിശ്വാസം ഉള്ളവനെ നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മളൊരു മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അവൻ നല്ലൊരു മതവിശ്വാസിയായിരിക്കണം. ഒരു മനുഷ്യനെ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പേരിലാണ്. ഒരു മനുഷ്യൻ്റെ പേരിൽ നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരെയും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി അമ്പലത്തിൽ പോയി താലി കെട്ടി. ആ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ വാർത്തയായി. അതവിടെ കഴിഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വിഷയവുമായി വരാൻ നിങ്ങൾ തന്നെയാണ് കാരണം. ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിനൊരു അവസാനമുണ്ടാവില്ല. അതാണ് സോഷ്യൽ മീഡിയ. അന്ന് ആ ഒരു വിഷയം വന്നു, അതവിടെ തീർന്നു. നിങ്ങൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതുപോലെ വന്നാൽ ആളുകൾ ഇനിയും ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് ദിവസം ഒന്ന് സൈലൻ്റായി നിൽക്കുക, അപ്പോൾ അത് താനേ ഇല്ലാതാവും. സോഷ്യൽ മീഡിയയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ജീവനും ജീവിതവും നിങ്ങളുടേത് മാത്രമാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. പടച്ചറബ്ബ് ഹിദായത്ത് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയവുമായി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.